യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, മെയ് മാസം 3-ാം തീയതിയാണ്. ഈ മാസത്തിൻ്റെ ആദ്യ ഞായറാഴ്ചയാണിന്ന്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ, ഡെയിലി ബ്ലെസ്സിങ്ങിലും നിയോഗ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്തവരെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നുവരെ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോയവരെ ഞങ്ങൾ ഓർക്കുന്നു. നിയോഗ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഓർക്കണം. ഈ ഞായറാഴ്ച ദിവസം ലോകം മുഴുവൻ യോഗ്യതയോടെ അർപ്പിക്കുന്ന ഓരോ ബലിയോടും നിങ്ങളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ആ വിശുദ്ധ കുർബാനയിൽ ദൈവം ഒരുക്കി വച്ചിട്ടുള്ള സകല നന്മകളും സകല അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരാൻ ഇടയാകട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ഇങ്ങനെ ആഗ്രഹിക്കാറുണ്ട്. നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ സ്നേഹിക്കുന്നവരായിരുന്നെങ്കിൽ, നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ മനസ്സിലാക്കുന്നവരായിരുന്നെങ്കിൽ, നമ്മുടെ കൂടെയുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കും. ഒരാളുടെ ജീവിതം മനോഹരമാകാൻ, സന്തോഷമാകാൻ ഈ 3 കാര്യങ്ങൾ മതി എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ കൂടെയുള്ളവർ സ്നേഹിക്കുന്നവരും, നമുക്ക് വേണ്ടി നമ്മളെ മനസ്സിലാക്കുന്നവരും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമായാൽ വേറെ അധിക കാര്യങ്ങളൊന്നും വേണ്ട. ഒരാളുടെ ജീവിതം ഒക്കെ മനോഹരമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടെയുള്ളവർ നമുക്കും മറ്റുള്ളവരെ സ്നേഹിക്കാൻ, മനസ്സിലാക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്കും കഴിയട്ടെ. നമ്മുടെ കൂടെയുള്ളവർക്ക് നമ്മളെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും പ്രാർത്ഥിക്കാനും കഴിയട്ടെ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതം കുറേ കൂടി മനോഹരമാവും, സന്തോഷമാവും. നല്ലൊരു ദിവസം പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് നേരുകയാണ്. എല്ലാ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കും. ദൈവത്തിൻ്റെ ഒരു നല്ല ഇടപെടൽ നിങ്ങൾക്കുണ്ടാവും. ഞായറാഴ്ച നമുക്ക് ഈ വചനം ശ്രദ്ധയോടെ കേട്ട വചനത്തിലൂടെ പ്രാർത്ഥിക്കാം. വെളിപാട് ഗ്രന്ഥം 21-ാം അധ്യായം 23 മുതലുള്ള വാക്യം വായിക്കുവാണ്. വെളിപാട് 21-ാം അധ്യായം 23 മുതലുള്ള വാക്യം. നഗരത്തിന് പ്രകാശം നൽകാൻ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ആവശ്യമുണ്ടായിരുന്നില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. ദൈവ തേജസ്, ദൈവത്തിൻ്റെ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. ദൈവവചനം കേൾക്കുന്ന നിങ്ങളുടെ വീടിനെ ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് നിറയട്ടെ. നിങ്ങളുടെ ജീവിതത്തെ, തലമുറകളെ, ജീവിത പങ്കാളിയെ ദൈവം തൻ്റെ തേജസ് കൊണ്ട് നിറയ്ക്കട്ടെ. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. എന്നിട്ട് 24-ാമത്തെ വാക്യം. ആ വെളിച്ചം കുഞ്ഞാടാണ്, ആ ദീപം കുഞ്ഞാടാണ്, ദൈവമാണ്, കർത്താവായ യേശുവാണ്. ആ ദീപം കുഞ്ഞാടാണ്. അതിൻ്റെ പ്രകാശത്തിൽ ജനതകൾ സഞ്ചരിക്കും. അതിൻ്റെ പ്രകാശത്തിൽ, ദൈവ തേജസ്സിൻ്റെ പ്രകാശത്തിൽ. ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് ദൈവ തേജസ് ഉണ്ടാകട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ ദൈവ തേജസ് ഉണ്ടാകുമ്പോൾ ആ വീട്, ആ വീട്ടിലുള്ളവർ ദൈവ തേജസ്സിൽ സഞ്ചരിക്കും. എങ്ങനെയാണ് ദൈവ തേജസ്സിൽ സഞ്ചരിച്ചാലുള്ള പ്രത്യേകത? എവിടെയും തട്ടി വീഴില്ല, എവിടെയും മറിഞ്ഞു വീഴില്ല, എവിടെയും ഒരാൾക്ക് നിങ്ങളെ ചതിക്കാനോ വഞ്ചിക്കാനോ പറ്റില്ല. നിങ്ങളെ അന്യായമായി ഉപദ്രവിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റും നിൽക്കുന്ന ദൈവ തേജസ്സിൻ്റെ ഒരു വെളിച്ചമാണ്. പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പണം കൊടുത്താൽ കിട്ടാത്ത, സ്വാധീനം ഉപയോഗിച്ചാൽ കിട്ടാത്ത ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു അനുഗ്രഹമാണ് ദൈവ തേജസ്. അസ്വസ്ഥതകളും അന്ധകാര സ്വാധീനങ്ങളും ഇല്ലാതാകും. പൈശാചിക പീഡകൾ ഇല്ലാതാകും. അത് ദൈവ തേജസ്സിൻ്റെ പ്രത്യേകതയാണ്.
ഇന്ന് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിൽ കണ്ട ദൈവ തേജസ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണേ, എൻ്റെ ഭവനത്തിൽ നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ തേജസ് ഇന്ന് വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഒന്ന് ഓർക്കട്ടെ. നിങ്ങളുടെ വീടിനെ ഒന്ന് ഓർത്തേ, ആ വീടിൻ്റെ എല്ലാ മുറികളെയും ഒന്ന് ഓർത്തേ, അതിൻ്റെ 4 വശവും ഒന്ന് ഓർത്തേ, അതിൻ്റെ ആ കയറി വരുന്ന വഴികളെ ഓർത്തേ. എന്നിട്ട് പ്രാർത്ഥിച്ച് ദൈവ തേജസ് കൊണ്ട് നിറയ്ക്കണമേ, എൻ്റെ വീടിൻ്റെ അകത്ത് ദൈവ തേജസ് കൊണ്ട് നിറയ്ക്കണമേ. ചില വീട്ടിലെന്നും വഴക്കാം, എന്നും ടെൻഷനാണ്, സന്തോഷമുള്ള സമയം വളരെ കുറവാണ്. പ്രാർത്ഥിക്കുക, ദൈവമേ എൻ്റെ വീട്ടിൽ ഞങ്ങളെല്ലാം എപ്പോഴൊക്കെ ഒരുമിച്ച് കൂടിയോ തുടക്ക സന്തോഷമായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ചെന്ന് വഴക്കിലും ബഹളത്തിലും ചെന്ന് അവസാനിക്കും. ചിലർ ഭക്ഷണം കഴിക്കാതെ കഴിക്കുന്നു, കഴിക്കാതെ പോകുന്നു, വേണ്ടാത്ത വർത്തമാനം പറയുന്നു, മുറി അടയ്ക്കുന്നു, കിടക്കുന്നു. വാഹനത്തിൽ കയറുമ്പോഴും അങ്ങനെ സന്തോഷത്തോടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, കുറച്ച് ദൂരം മുന്നോട്ട് ചെല്ലുമ്പോൾ മുമ്പിലിരിക്കുന്നവരും പുറയിലിരിക്കുന്നവരും തമ്മിൽ വാക്കേറ്റമായി, ദേഷ്യമായി, പിണക്കമായി, പോകണ്ടായിരുന്നു, വരണ്ടായിരുന്നു, ഒരുങ്ങണ്ടായിരുന്നു, അന്നേ എനിക്ക് തോന്നിയതാന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി ആ യാത്രയിലെ സന്തോഷം കളയും. നിങ്ങളുടെ ഭവനത്തിനകത്ത് ആ വീട്ടിൽ ആരൊക്കെയുണ്ട്, അവരിലെല്ലാം ദൈവ തേജസ് കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ വ്യക്തിത്വത്തിനകത്ത്, നമ്മുടെ വീടിൻ്റെ അകത്ത്, നമ്മുടെ വാഹനത്തിനകത്ത് എല്ലാം ഈ ദൈവ തേജസ് കൊണ്ട് നിറയാൻ ഒന്ന് പ്രാർത്ഥിച്ചേ. 25-ാമത്തെ വാക്യം അങ്ങനെയാ, അതിൻ്റെ കവാടങ്ങൾ പകൽ സമയം അടയ്ക്കപ്പെടുകയില്ല, അവിടെയാകട്ടെ രാത്രി ഇല്ലതാനും. അടുത്ത ഭാഗം, മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും ജനതകൾ. 26-ാമത്തെ വാക്യം, ജനതകൾ തങ്ങളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. ഏതിലേക്ക്? ദൈവ തേജസ്സിലേക്ക്, ആ അനുഗ്രഹത്തിലേക്ക് മഹത്വവും ദൈവാനുഗ്രഹമൊക്കെ വരത്തുള്ളൂ. നിങ്ങളുടെ കുടുംബത്തിലും വ്യക്തികളിൽ തലമുറകളിലൊക്കെ മഹത്വവും ദൈവാനുഗ്രഹമൊക്കെ ഉണ്ടാകട്ടെ, സമാധാനം അന്തരീക്ഷം ഉണ്ടാകട്ടെ, നമ്മുടെ വീട് അനുഗ്രഹിക്കപ്പെടട്ടെ, മാറ്റങ്ങളുണ്ടാകട്ടെ, ദൈവിക ഇടപെടലുകൾ ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് പ്രഭാതത്തിൽ അർപ്പിക്കാൻ പോകുന്ന വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ ഓരോരുത്തരുമുണ്ട്. കാസയോടും പീലാസയോടും ചേർത്ത്, അതിലർപ്പിക്കുന്ന അപ്പത്തോടും വീഞ്ഞിനോടും ചേർത്ത് നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ പ്രാർത്ഥനയെ ചേർത്ത് വയ്ക്കും. ദൈവത്തിൻ്റെ വലിയ കടാക്ഷം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുവാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവീകമായ തേജസ് കൊണ്ട് നിറയാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വീട് ഒരു ഐശ്വര്യമുള്ളതാകാൻ പ്രാർത്ഥിക്കുന്നു. സത്യമാണിത്, ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഒരാൾ ആ വ്യക്തിയുടെ വീട് പണിതുകൊണ്ടിരിക്കുവാണ്, എല്ലാ ദിവസവും അല്ലെങ്കിൽ സമയം കിട്ടുന്ന പോലെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ കേൾക്കുന്ന വചനം അദ്ദേഹം ആ വീട്ടിൽ ചെല്ലുമ്പോൾ, പണിതുകൊണ്ടിരിക്കുന്ന വീട്ടിൽ ചെല്ലുമ്പം ഓൺ ചെയ്ത് ശബ്ദത്തിൽ അതിനകത്തൂടെ എല്ലാം നടക്കും. ഒരു പ്രാർത്ഥന, ഒരു വിശ്വാസം. അപ്പോൾ ഇതൊന്നും അറിയാത്ത ഒരാൾ, അയാളുടെ സുഹൃത്ത്, കുറച്ച് ദൂരെയുള്ള ഒരാൾ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, വീട് പണി എന്തായി? അതിൻ്റെ പണി ഇങ്ങനെ നടക്കുന്നു, വാർപ്പ് കഴിഞ്ഞു, തേച്ചില്ല, തേക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ അവിടെ ഇരുന്ന് പറയുക, സുഹൃത്തെ, നിൻ്റെ വീടിൻ്റെ പണി എന്തായി? ആ വീടിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചപ്പം ആ വീട് നല്ല ശോഭയുള്ളതായി, തേജസ്സുള്ളതായി, വെളിച്ചമുള്ളതായി കണ്ടു, ദൈവസാന്നിധ്യം ഉണ്ട് കേട്ടോ എന്ന് പറയും. കണ്ടോ? അപ്പോൾ പ്രാർത്ഥിക്കുന്ന ആ സ്ഥലങ്ങളിൽ ദൈവ തേജസ് ഉണ്ടാവും, ദൈവാനുഗ്രഹം നിറയും, അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മഹത്വവും ബഹുമാനമൊക്കെ ഉണ്ട്. പ്രാർത്ഥിക്കാൻ പോവാണ്. കർത്താവ് ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണേ, എല്ലാ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന വീടാകാം, അല്ലാതെ സ്വന്തം വീടായിരിക്കാം, വിദേശത്തായിരിക്കാം, സ്വദേശത്തായിരിക്കാം. ആ വീട് ഐശ്വര്യമുള്ളതാകട്ടെ. ആ ഭവനത്തിൽ നിലവിളി ഉയരാൻ പാടില്ല, ആ വീട്ടിൽ നിന്ന് ചീത്ത വാക്കുകൾ ഉയരാൻ പാടില്ല. ആ വീട് സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ദൈവാനുഗ്രഹത്തിൻ്റെ ഭവനമാണ്. തിണ്ണ മുതൽ അതിൻ്റെ അടുക്കള വരെ എല്ലാ റൂമുകളും ദൈവ തേജസ് കൊണ്ട് നിറയട്ടെ. എൻ്റെ 4 ചുറ്റിലും ദൈവ തേജസ് നിറയട്ടെ.
കയറി വരുന്ന വഴികളിൽ പോലും ദൈവ തേജസ് ഉണ്ടാകട്ടെ. അതിൽ ജീവിക്കുന്നവർക്ക് സമാധാനവും സ്വസ്ഥതയും ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടാകട്ടെ. ദീർഘായുസ്സും നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ. സമാധാനം ഉണ്ടാകട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ മാറിപ്പോകട്ടെ. മൂപ്പെത്താത്ത മരണം മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യം ഉണ്ടാകും. സാമ്പത്തികമായും അനുഗ്രഹിക്കപ്പെടട്ടെ. ആരോഗ്യപരമായി അനുഗ്രഹിക്കപ്പെടട്ടെ. മാനസികമായി അനുഗ്രഹിക്കപ്പെടട്ടെ. ഭൗതികമായി അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ മനസ്സുകൊണ്ട് പ്രാർത്ഥനയോടെ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സന്തോഷമായിട്ടിരിക്കുക. നാളെ തിങ്കളാഴ്ചയാണ്. നാളത്തെ വചനം അനുഗ്രഹമായിട്ട് കേൾക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ. 5:30 തന്നെ ഒരുമിച്ച് വചനം കേൾക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേട്ട എല്ലാവരെയും ഓർക്കുന്നു. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ. ആമേൻ.